നല്ല മഴക്കാലമാണ്. ഇത്രയും നാളും നിർത്തിവെച്ചിരിക്കുന്ന ട്രിപ്പൊക്കെ പലരും പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പൊന്മുടിയിലേക്ക് പോയ യാത്രക്കാർ ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം കാട്ടാനയാണ് വിഷയം. തിരുവനന്തപുരം പൊന്മുടിയിൽ യാത്രക്കാരെ പിന്തുടർന്ന് കാട്ടാന. ഗോൾഡൻ വാലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒന്നാമത്തെ വളവിലാണ് കാട്ടാനയെ കണ്ടത്. ടി.എസ്. ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഈ സമയമൊക്കെ നല്ല ആൾക്കാർ എത്തുന്നതാണ് പൊന്മുടിയിലേക്ക്. അതിനിടയിലാണല്ലേ ഇങ്ങനെ ഒരു പ്രശ്നം? അതെ, പൊന്മുടിയിൽ നല്ല ക്ലൈമറ്റാണ് പൂജ. അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ തീരുകയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ചയാണ് ഈ കാട്ടാന അവിടെ ഇറങ്ങിയത്. വെള്ളിയാഴ്ചയെന്നല്ല, എല്ലാ ദിവസവും അവിടെ കാട്ടാന ഇറങ്ങാറുണ്ട് എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെയും ഇറങ്ങിയിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം, വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷം റോഡിൽ കാട്ടാന ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയതാണ്. അത് അപ്പോഴൊരു കാറിൽ പോയ യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ കാറിൽ പോയവർ അവിടെ വണ്ടി ബാക്കിലോട്ട് എടുക്കുന്നുണ്ട്. ആ സമയത്ത് കുറച്ചു ദൂരം ആ ആന ആ കാറിന് നേരെ വന്നിട്ട് പിന്നീട് അത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവുകയാണ്. ഇത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നത് ഒന്നുകിൽ അവിടെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നതോ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നറിയാൻ വേണ്ടി വരുന്നതാണ്. കാരണം പ്രദേശവാസികൾ അങ്ങനെയാണ് പറയുന്നത്. അവിടെ ഇറങ്ങുന്ന സമയത്ത് പല വളവുകളിലും, ഇതിപ്പോൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കയറുമ്പോൾ ഒന്നാമത്തെ ഹെയർപിൻ വളവാണ്. അപ്പോൾ അവിടെയാണ് ഈ ആനയെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ഇങ്ങനെ പോകുന്നവർ, പൊന്മുടിയിലേക്ക് യാത്രയ്ക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചു പോകണം എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ പറയാം. ശരി, ടി.എസ്. ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കാട്ടാന ഇറങ്ങിയ ഒരു പ്രശ്നം ഉണ്ട്. പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിലാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഈ കാണുന്നത്.